വെരി സ്റ്റീപ്പ്. മുന്നേ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. ഇന്ന് ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിലേക്കാണ് എത്തിയിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഒരുപാട് ട്രാവൽ വീഡിയോസിന് മലയാളി യാത്രകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒരുപാട് പറഞ്ഞു തീർപ്പിക്കുന്നതിന് മുന്നേ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. ഇന്ന് ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിലേക്കാണ് എത്തിയിരിക്കുന്നത്. കുറേ നാളായിട്ട് ട്രാവൽ ചെയ്യാണ്ട് വീട്ടിൽ ബുദ്ധിമുട്ടി ശ്വാസം അടക്കി പിടിച്ചിരിക്കുമായിരുന്നു. സോ എവിടെ പോകണം എന്തൊക്കെ ഓപ്പൺ ആയി എന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇല്ലിക്കൽ കല്ലിലേക്ക് 18-ാം തീയതി മുതൽ ആളുകളെ കടത്തി വിടുന്നു എന്ന് അറിഞ്ഞു. ഒന്നും ചിന്തിച്ചില്ല, ചാടിപ്പോന്നു. ഈരാറ്റുപേട്ടയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. രാവിലെയും വൈകുന്നേരവും പോകുന്നതായിരിക്കും ഏറ്റവും നല്ല സമയം. ഇല്ലിക്കൽ മലയിലാണ് ഇല്ലിക്കൽ കല്ലുള്ളത്. ആ മലയുടെ മുകളിലായിട്ട് ഒറ്റ പാറ ഇരിക്കുന്നതിനാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം അടർന്ന് താഴെ പോയി, ബാക്കി ഒരു ഭാഗമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇല്ലിക്കൽ മലയിൽ പ്രധാനമായിട്ട് 3 മലകളാണുള്ളത്. ഒരു കുടയുടെ ആകൃതിയിലുള്ള മലയായ കുടക്കല്ല്, പിന്നെ കൂനിൻ്റെ ആകൃതിയിലുള്ള കൂനുകല്ല്, പിന്നെ നമ്മുടെ സ്വന്തം ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ലിനോടനുബന്ധിച്ച് ഒരുപാട് മിത്തിക്കൽ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനു മുന്നേ ഈ ജംഗ്ഷൻ, അതായത് തീക്കോയി ജംഗ്ഷനിൽ നിന്ന് ഇതുപോലെ തിരിഞ്ഞിട്ട് വേണം ഇല്ലിക്കൽ കല്ലിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മിത്തിനെ പറ്റിയാണ്. നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന നീലക്കൊടുവേലി ഈ ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിൽ ഉണ്ടാവാറുണ്ട്, വിരിയാറുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് വിരിഞ്ഞാൽ, അത് കിട്ടിയാൽ ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ കിട്ടുമെന്ന് ഒരു വിശ്വാസം പണ്ടുണ്ടായിരുന്നു. സോ നമ്മുടെ തീക്കോയി ജംഗ്ഷനിൽ നിന്ന് നമ്മളിങ്ങനെ തിരിഞ്ഞിട്ട് ഇതുപോലെ ഒരു നല്ല കയറ്റമുണ്ട്. നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരമൊന്നുമല്ല, ഒരു 8-10 മിനിറ്റോളം തന്നെ നമ്മൾ ഇതുപോലെ 7 കിലോമീറ്ററോളം ഈ കയറ്റം തന്നെ കയറി വേണം ഇല്ലിക്കൽ കല്ലിലേക്ക് എത്താൻ. കറക്റ്റ് തീക്കോയി ജംഗ്ഷനിൽ നിന്നോ ടൗണിൽ നിന്നോ അല്ല, കുറച്ച് മുന്നോട്ട് വരുമ്പോൾ, അത് ഒരുപാടൊന്നും പോകണ്ട, ഒരു ഇച്ചിരി മുന്നോട്ട് വരുമ്പോഴാണ് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള ടേണിംഗ് ഉള്ളത്. സൈൻ ബോർഡുകളൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അവിടുന്ന്, അതായത് തീക്കോയിൽ നിന്ന് നമ്മുടെ ഇല്ലിക്കൽ കല്ലിൻ്റെ ഈ കയറ്റം തുടങ്ങുന്നത് വരെയുള്ള റോഡ് വളരെ മോശമാണ്. അതിന് ശേഷമുള്ള ഈ റോഡ് അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. കയറ്റമൊക്കെ കയറി ഞങ്ങൾ പാസ് എടുക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ ഒരുപാട് കാര്യം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ശേഷം ഇനി കാഴ്ചയിലെല്ലാം കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇല്ലിക്കല്ലിലെത്തി, ടിക്കറ്റ് എടുത്തു. 2 പേർക്ക് ഒരാൾക്ക് 15 രൂപ വെച്ച് ടിക്കറ്റും ഉണ്ട്. പിന്നെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെതും കൂടെ 47 രൂപയായി. ഇല്ലിക്കൽ 18-ാം തീയതി മുതലാണ് ഓപ്പൺ ആയെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇടിയും മഴയൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ആളുകളെ കയറ്റി വിടുന്ന നിർത്തും. നേരത്തെ നമുക്ക് മേപ്പോട്ട് ജീപ്പിൽ കയറി പോകാമായിരുന്നു. ഇപ്പോൾ ജീപ്പ് സഫാരി ഒന്നുമില്ല. നമ്മൾ താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകണം. നടന്നു പോകുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഈ റോഡിൽ കൂടെ നമുക്ക് മര്യാദയ്ക്ക് വേണമെങ്കിൽ നടന്നു പോകാം. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല പോകുന്നത്. ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ പോകുന്ന പോലെ തന്നെ ഈ കാട്ടിനിടയിൽ കൂടെയൊക്കെയാണ് കയറിപ്പോകുന്നത്. ആക്ച്വലി ഇവിടെ നിന്ന് നോക്കുമ്പം ഇല്ലിക്കല്ലിനേക്കാളും വലിയ മല അപ്പുറത്തെ മലയാണെന്ന് തോന്നുന്നത്. കയറി പോകുന്ന വഴിയിലുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഈ കാണുന്നതല്ല ഇല്ലിക്കൽ കല്ല്. ആദ്യമായിട്ട് ഇല്ലിക്കൽ കല്ലിനെ പറ്റി കേൾക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ്. പിന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 3400 അടി ഉയരത്തിലാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. ജീപ്പ് ഇപ്പോൾ അങ്ങോട്ട് കയറ്റി വിടില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ നടന്ന് തന്നെ കയറണം. ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ബട്ട് വെരി ടയറിങ് ആയിട്ടുള്ളൊരു കയറ്റമാണ്. റോഡ് ചുറ്റിപ്പോയാൽ നമുക്ക് ഒന്നാതെ കയറാൻ വയ്യ. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കയറണം തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇതുവഴി നമ്മുടെ മുന്നാലെ നടന്നു പോയ കാരണവന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ള വഴികളുണ്ട്, അതുവഴി കയറിപ്പോവാം. വെരി സ്റ്റീപ്പ്. എൻ്റെ അമ്മച്ചി, ഇത് വലിഞ്ഞു കയറാൻ പറ്റാത്തവർ മര്യാദയ്ക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ല കേട്ടോ. അയ്യോ, അപ്പോൾ നമ്മൾ അത്ര റോഡ് കയറാതെ ഇവിടെ വെള്ളം വണ്ടിയിൽ വെച്ചിട്ട് വന്നല്ലേ, വെള്ളം എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. ഇനി അതുപോലത്തെ വഴി കൂടെ പോകുന്നില്ല, റോഡിൽ കൂടെ പതുക്കെ നടന്നു പോകുന്നുള്ളൂ. ചോദിച്ചത്
ഒന്നുകൂടി ചോദിച്ചേ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുവെച്ചാ എന്ന് വെച്ചാൽ ആഘാതം കാണിക്കരുത്. പതുക്കെ പോയാൽ നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റും. ഈ ഇതുവഴി കയറാൻ പോവാണോ? ഇതുവഴി ഇങ്ങനെ കയറി അവിടെ പിന്നെ തിരിച്ചിറങ്ങിയാൽ പോരെ. ഇതിൽ എളുപ്പമെന്ന് തോന്നുന്നു. എനിക്ക് പേടിയാ. എന്തോന്നടേ ഇങ്ങനെ കയറി പോകുമ്പോൾ നിങ്ങൾ ക്ഷീണിക്കുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് തിരിഞ്ഞ് പുറകിലൊക്കെയുള്ള വ്യൂ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ പോയ എനർജിയൊക്കെ തിരിച്ചു വരും. പിന്നെ ചെറുതായിട്ടൊരു തണുത്ത കാറ്റ് ഇടയ്ക്കൊക്കെ അടിക്കും. അത് നിങ്ങളുടെ എനർജിക്ക് നല്ലതാണ്. പേടിച്ചേ. അതെ ചമ്മുണ്ടായിരുന്നല്ലോ. ക്രമേഡി തന്നെ. അതെ അതെ വരുന്നവര് മര്യാദക്ക് പോയാൽ കേട്ടോ. അത് തന്നെ. എളുപ്പത്തിലെത്താൻ വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ ഈ വഴിയൊക്കെ വലിഞ്ഞു കയറിയത്. അല്ലാത്തൊരു റോഡിൽ കൂടെ പോകുന്നത് തന്നെയാണ് നമ്മുടെ എനർജിക്ക് നല്ലത്. ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം എത്തും. വെറുതെ ഇപ്പോഴെങ്ങും എത്തത്തില്ല. നടക്കാൻ പറ്റുന്നവർ മാത്രം വന്നാൽ മതി. ഇല്ലെങ്കിൽ ജീപ്പുള്ള സമയത്ത് വന്നാൽ മതി. ആ കാണുന്ന കുന്നിൻ്റെ മേള് വരെ കയറണം. എൻ്റെ പൊന്നെ. ഇവിടെ വന്നപ്പോഴാണ് ആ യാഥാർത്ഥ്യം ഞങ്ങൾ അറിയുന്നത്. ഇവിടെ വെള്ളമില്ല, ഐസ്ക്രീമേ ഉള്ളൂ. ഐസ്ക്രീം മേടിച്ച് നക്കി ദാഹം അകറ്റാം. ദാഹിച്ച് വലഞ്ഞു വന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ കടയൊന്നും ഇപ്പം ഇല്ല. മാംഗോ ബാറ. ഇവിടെ കടകളൊന്നും ഇല്ല. വെള്ളം മസ്റ്റായിട്ട് എടുത്തുകൊണ്ടിരുന്നു. കാരണം നേരത്തെ ഇവിടെ കടകളുണ്ടായിരുന്നു. ഇവിടെ ഒന്നും ഓപ്പൺ അല്ലായിരുന്നല്ലോ. ഈ 18-ാം തീയതി തുറന്നതേ ഉള്ളൂ. സോ ഇവിടെ വെള്ളക്കടകളും നല്ല ആൾക്കാർ വരുന്ന അനുസരിച്ചിട്ട് ഇനിയും അതൊക്കെ വരുവുള്ളായിരിക്കും. വെള്ളം എടുത്തുകൊണ്ട് വരണേ. ഒരുപാട് ദാഹിച്ച് മുകളിലെത്തിയത് കൊണ്ട് ഇല്ലിക്കൽക്കല്ലിൻ്റെ ഭംഗി ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. അവിടെ നിന്ന് ഐസ്ക്രീം തിന്ന് ദാഹം മാറ്റുമായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അതിൻ്റെ സൈഡിലൂടെ ഇല്ലിക്കൽക്കല്ലും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്നല്ല, ഇതൊരു ചെറിയ വ്യൂ പോയിൻ്റാണ്. ഇതിന് മുകളിലേക്ക് ഇനിയും കയറാനുണ്ട്. ഇതിനു മുമ്പ് വന്നപ്പം ഇവിടെ ഈ ഫെൻസിങ് ഒന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഫെൻസിങ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഇപ്പോൾ ഇവിടെ ഫെൻസിങ് ഒക്കെ വന്ന് ആക്ച്വലി ഇതൊക്കെ സേഫ് ആയിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. കാരണം ഇവിടെ വന്ന് നിന്നാൽ ഞാനും ഇവിടെ വന്ന് ഇങ്ങനത്തെ അപകടമൊക്കെ നോക്കിയിട്ടുണ്ട്. ബട്ട് ഇച്ചിരി ആക്രാന്തമുള്ള പിള്ളേർ വന്നു കഴിഞ്ഞാൽ താഴും. സോ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി കൂടെ ഒക്കെ സേഫ് ആയിട്ടുണ്ട് ലീഗല്. ഐസ്ക്രീം തരട്ടെ. ക്ഷീണിച്ച് പോയിട്ട് ഈ ഐസ്ക്രീം തന്നപ്പോഴല്ലോ ക്ഷീണമൊക്കെ മാറി. ആക്ച്വലി ഞങ്ങൾക്ക് വട്ടാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ നട്ട് വെച്ച കിള്ളിക്കല് ആകെ 4-5 പേരേ ഉള്ളൂ ഇവിടെ, ഞങ്ങളിവിടെ കൂട്ടിയിട്ട്. കണ്ടല്ലേ, പറയാൻ മറന്നുപോയി. ഇത് കാണാനാണ് വന്നത്. ഐസ്ക്രീം തിന്നല്ലേ ഇപ്പൊ കോൺസെൻട്രേഷൻ. തീരും. നമ്മളിവിടെ വന്നു. നല്ല ടയർഡാണ്. കാരണം നട്ടുച്ചയ്ക്കാണ് എത്തിയിരിക്കുന്നത്. കറക്റ്റ് സമയം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2 മണിയാവും 10 മിനിറ്റ്. സോ ആ സമയത്ത് ഇവിടെ എത്തിയിരിക്കുവാണ്. കോടയും കീടയും ഒന്നുമില്ല. പക്ഷേ കോടയില്ല. ഞങ്ങൾ 2 പേരും പിന്നെ കുറേ തുമ്പികളുണ്ട് ഇവിടെ. കുറേ തുമ്പികൾ നമ്മുടെ ഹൈറ്റിനേക്കാൾ ഉയർന്ന് അവരിങ്ങനെ പറക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങൾ രണ്ടും. സോ അതാണ് മാസ്ക് വെക്കാത്തത്. സോ അതുകൊണ്ട് ആരും ചിന്തിക്കില്ല മാസ്ക് ഇല്ല എന്നൊന്നും വിചാരിക്കില്ല. വേണമെങ്കിൽ ഒന്ന് ചുറ്റി റൗണ്ട് അടിച്ച് കാണിച്ചോ. വേറെ ആരുമില്ല. ഞാനും ലിജോയും മാത്രമേ ഉള്ളൂ ഇവിടെ. സാനിറ്റൈസർ കൊണ്ടുവന്നിട്ടുണ്ട്. കൈ സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്.
യാത്രകളെ സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും കുറേ നാളായിട്ട് വീട്ടിൽ തന്നെയാണ് കൊറോണ കാരണം. അപ്പോൾ എവിടെയൊക്കെ പോകാൻ പറ്റും, ഏതൊക്കെ സ്ഥലങ്ങളാണ് ഓപ്പൺ എന്നൊന്നും നമുക്ക് എല്ലാവർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഓപ്പൺ ആക്കിയെന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് അവിടോട്ടൊക്കെ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ എത്തി. ഇന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ്, ഇല്ലിക്കൽ കല്ലിലെത്തി. ഇപ്പോൾ ഇന്ന് ബാക്കി കുറച്ച് സ്ഥലങ്ങളിലൂടെ പോകുന്നുണ്ട്. സോ വഴിയെ ഏതൊക്കെ സ്ഥലങ്ങൾ ഓപ്പൺ ആണ് എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഞങ്ങളത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് കൂടി അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത സ്ഥലം ഏതാണെന്ന് വഴിയേ ഞങ്ങൾ പറയുന്നതായിരിക്കും. സോ ഇവിടുന്ന് നമ്മൾ ഇറങ്ങുവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് അറിയില്ല. പോകുന്ന വഴി നമ്മൾ ഇവിടെ അടുത്തുള്ള ഡെസ്റ്റിനേഷൻ ഏതാണ് അത് ഓപ്പൺ ആണെങ്കിൽ അവിടെ കയറും. സോ ആ വീഡിയോ കൂടി ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും. അതുകൂടി കാണുക, സപ്പോർട്ട് ചെയ്യുക. മാർമല അരുവി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിവിടെ വന്നിട്ട് നേരെ കഴിഞ്ഞ തവണ വന്നപ്പോൾ മാർമല അരുവിയിലേക്കാണ് പോയത്. സോ മാർമല അരുവിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇലവീഴ പൂഞ്ചിറ ആയിരിക്കും. എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ പോകും. സോ കയറി വന്ന കയറ്റം എത്രയും ഡേഞ്ചറസ് ആണ്, സ്റ്റീപ്പാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇറങ്ങിപ്പോകുന്ന കണ്ടാണ്. ലൈവല്ല യൂട്യൂബ് ചാനലാ മലയാളി യാത്രകൾ. ഓക്കേ. അതിനുണ്ടെത്തി വഴിയൊന്നുമില്ലല്ലേ? ഇത് വഴിയേ ഉള്ളൂ. മുകളിലെത്തിയിട്ട് ഇനി വേറെ വഴി നോക്കണ്ട. കണ്ടില്ലേ, ഈ വഴി മൊത്തം അവർ നമ്മളെ നടത്തിച്ച് കയറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ്. ആക്ച്വലി 4-5 വണ്ടികളെ വരുന്നുള്ളൂ. അവർക്കത് ഇവിടെ വരെ നമ്മളെ വിടാം. ബട്ട് ദേ ഡോണ്ട് allow us to take our vehicles to the top of the mountain. Bye bye.